ഹലോ, നമുക്കൊരു കാ ബജ്ജി ഉണ്ടാക്കിയാലോ? അതിൻ്റെ കൂടെ കുറച്ച് മുട്ട ബജ്ജിയും കൂടെ. മഴക്കാലമൊക്കെ അല്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ച് മഴയത്ത് നല്ല ചൂട് ബജ്ജി തിന്നാൻ നല്ല ടേസ്റ്റ്, അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ ഞാൻ. കുറച്ച് അരിപ്പൊടി എടുത്തായിരുന്നു, കുറച്ച് കടലമാവ്, അതിൻ്റെ കൂടെ കുറച്ച് സോഡാപ്പൊടി, കായപ്പൊടി, പിന്നെ സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇച്ചിരി മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടിയുടെ അറിയാനങ്ങ് മറന്നുപോയി. ഉപ്പിടാൻ മറക്കല്ലേ കേട്ടോ, ഉപ്പിട്ടില്ലെങ്കിൽ ഒരു രസവും ഇല്ല. അങ്ങനെ ഇളക്കണം, നല്ല ഊല ഇളക്കി അങ്ങനെ കാരിയാവേ. കാരിഞ്ഞ് അതിൻ്റെ കൂടെ കായൊക്കെ അരിയുന്നുണ്ട് ഞാൻ വിചാരിച്ച് ഏതാണ്ട് വലിയ കുക്കാന്ന് എൻ്റെ വിചാരം. പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇതുണ്ടാക്കുന്ന കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ കായൊക്കെ അരിഞ്ഞ് നല്ല സ്പീഡൊക്കെ കണ്ടോ, പക്ഷെ അപാര സ്പീഡാണ്. ചെറിയ സ്ലൈസിൽ വേണം കേട്ടോ അരിയാൻ, അല്ലെങ്കിൽ നല്ല കട്ടി തോന്നിക്കും. അപ്പോൾ തിന്നുമ്പോൾ ഒരു സുഖം കാണത്തില്ല. അടുപ്പിൽ എണ്ണ ഒഴിച്ച് കേട്ടോ, ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പൊരിക്കാനൊക്കെ, അതാ നല്ലത്. പിന്നെ കായിട്ട് എണ്ണ ചൂടായതിന് ശേഷമേ ബജ്ജിക്ക് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്താലും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ചെറിയൊരു ടിപ്സ് തന്നേ ഉള്ളൂ. അങ്ങനെ അത് എണ്ണയിലിട്ട് മുരിയുന്നുണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം വരും. ഞാൻ ഒരു കുക്കായല്ലോ എന്ന് വിചാരിച്ച്, ഇത്രയും വലിയ കുക്കായി ഞാൻ. അങ്ങനെ മുട്ട ബജ്ജിക്കുള്ള ഇട്ട് ഞങ്ങൾ മുട്ട നേരത്തെ ഞാൻ ബോയിൽ ചെയ്യാൻ ഇട്ടായിരുന്നു. അങ്ങനെ മുട്ടയിട്ട് അതും എന്തുകൊണ്ടിരിക്കുക. ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയുമല്ലോ, എനിക്കതിന് എന്നെ തന്നെ എനിക്ക് പുകഴ്ത്താൻ തോന്നുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്ത് രഞ്ജിത്ത് കഴിച്ച്. പിന്നെ ഞങ്ങൾ കുഞ്ഞു പട്ടികളുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനും എൻ്റെ കസ്തൂരിക്കും കൊടുത്ത്. പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കുന്ന എന്തായാലും പിള്ളേർ തൃപ്തിയോടെ കഴിക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചവച്ച് കാണിച്ചിട്ട് അത് തിന്നത്തോളമെന്ന് മാത്രം. ഞാനാണ് അവരുടെ ടെസ്റ്റർ. ഓക്കെ, ബായ്.